ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോലസ് ലോയന്റെ 6th എപ്പിസോഡാണ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ജയ ആകട്ടെ ബോങ്ങിന്റെ ഓഫീസിൽ നിന്നിട്ട് അവളുടെ അമ്മയുടെയും ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാകാതെ ഇതെന്തൊക്കെയാണെന്ന് ബോങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ ദിവസം രാത്രിയാണ് അവന്റെ അമ്മ മരിക്കുന്നതെന്നും അന്ന് ഡേഞ്ചറിലായിരുന്ന ബോങ്ങിനെ രക്ഷിച്ചത് ജയയുടെ അമ്മയാണെന്നും പറഞ്ഞിട്ട് ആ ഒരു പ്രസന്റേഷനിൽ അവൻ കാണിച്ചിരിക്കുന്ന എല്ലാ ഫോട്ടോസും അത് ശരിക്കും എടുത്തത് ജയയുടെ അമ്മ തന്നെയാണെന്ന് പറഞ്ഞ് അതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ തന്റെ അമ്മയുടെ മിസ്സിങ്ങുമായിട്ട് ഓജുവിനും ജഡ്ജ് ചായ്ക്കും ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവളുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നറിയാതെ ഇതൊന്നും തന്നെ സഹിക്കാൻ പറ്റാണ്ട് അവൾ അവിടെ നിന്ന് ഒരു ബീച്ചിന്റെ സൈഡിൽ പോയിട്ടിരുന്ന് ഒരുപാട് കരയുന്നുണ്ട്. ബൊങ്ങ് കുറെയൊക്കെ അവളെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കിയാലും എല്ലാം കൂടി ആലോചിച്ച് അവൾക്ക് അവളുടെ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവൾ ഫോൺ എടുത്ത് അവളുടെ അച്ഛനെ വിളിച്ച് അമ്മ ഇനി ഒരു പക്ഷെ തിരികെ വരില്ലെന്നും അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് തനിക്ക് അറിയില്ലെന്നും പറയാനായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടോ ഇപ്പൊ സമാധാനമായിട്ടിരിക്കുന്ന തന്റെ അച്ഛന്റെ അടുത്ത് ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞ് അദ്ദേഹത്തിനെ വിഷമിപ്പിക്കാനായിട്ട് അവൾക്ക് തോന്നിയില്ല. അങ്ങനെ വീണ്ടും അവിടെ ഇരുന്ന് കുറെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ലാസ്റ്റ് ബോങ് തന്നെ അവളെ എടുത്ത് അവളുടെ ഓഫീസിലെ സോഫയിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന അവന് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ബുക്ക് എടുത്ത് നോക്കിയിട്ട് അത് അവന് സെൻഡ് ചെയ്യാൻ മാത്രം ഒരാൾ മാത്രമേ ഈ ഒരു ഭൂമിയിലുള്ളൂ എന്ന് അവനിപ്പോ പറയുന്നുണ്ട്. അതിനുശേഷം അവൻ ജയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സത്യമൊക്കെ നിന്റെ അടുത്ത് പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്നും അതേ സമയത്ത് തന്നെ നീ സത്യങ്ങളൊന്നും അറിയരുതെന്നും തനിക്ക് ആഗ്രഹമുണ്ട് എന്ന ഒരു മിക്സഡ് ഫീലിംഗിൽ അവളെ നോക്കി നിൽക്കുകയാണ് ബൊങ്. അങ്ങനെ പിറ്റേ ദിവസം പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള യോൺ ഹിയെ കാണിക്കുന്നുണ്ട്. അന്ന് ട്രയലിൽ വെച്ച് യങ് മാൻ നിരപരാധിയാണെന്നും ഓജു പറഞ്ഞിട്ടാണ് താൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ആ ഒരു ഫ്രോഡിന്റെ മൊഴിയും കേട്ടിട്ട് അവൾക്കും ഇപ്പൊ ഓജുവിന് നേരെ ഒരുപാട് സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഇത്രയും ഒഫീഷ്യൽ ആയിട്ട് വെക്കുന്ന കുറെ ന്യൂസുകളൊക്കെ എങ്ങനെയാണ് ഓജുവിന്റെ ചെവിയിൽ എത്തുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആരോ തന്നെ സ്പൈ ആയിട്ട് നിന്നിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓജുവിന് എത്തിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ഫ്രോഡ് പറഞ്ഞ പോലെ തന്നെ ഓജുവിന്റെ ആ ഒരു അസിസ്റ്റന്റിനെ പിടിക്കുന്നതും ഇപ്പോ നമ്മുടെ പ്രോസിക്യൂട്ടറിന്റെ ജോലി ആയതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങളും എവിടെ വരെ എത്തിയെന്ന് അവള് അന്വേഷിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ജഡ്ജ് ചായ ആകട്ടെ ഓജുവിന്റെ ഇലക്ഷൻ നിൽക്കാനായിട്ടുള്ള റേറ്റിംഗ് ഒക്കെ വളരെ തന്നെ കുറഞ്ഞു പോയത് കാണുമ്പോൾ അതിൽ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ആവാതെ അവന്റെ റേറ്റിംഗ് കൂട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യണമെന്ന് യോൺഹയുടെ അമ്മയും ജഡ്ജ് ചായനടിയിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുള്ള നാമിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ സമയം ജയ ആകട്ടെ അവളുടെ അമ്മയുടെ ഒരുപാട് കേസ് ഫയൽസിൽ കൂടെയൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിൽ കാണുന്ന അതേ ലൊക്കേഷനിലേക്ക് ചെന്ന് അവിടെയൊക്കെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഇതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ്. ആ ഒരു സീനിൽ അവളുടെ അമ്മ ഒളിച്ചിരുന്ന് ആ ഒരു മേയറിന്റെ കൊലപാതകം നടക്കുന്ന സമയത്ത് അവളുടെ ക്യാമറയിൽ കുറെ പിക്ചേഴ്സ് എടുത്തതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഒരു ഗുണ്ടാ തലവനും ഓജുവും കൂടിയിട്ട് ഓജുവിന്റെ റേറ്റിംഗുകളൊക്കെ ഇലക്ഷന് വേണ്ടിയിട്ട് കൂട്ടാനായിട്ട് പുതിയ ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. താനെങ്ങാനും ഇലക്ഷൻ ജയിച്ച് മേയർ ആവാണെങ്കിൽ തന്റെ ഈ ഒരു കമ്പനി ഏതെങ്കിലും ബ്ലൈൻഡ് ട്രസ്റ്റിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെല്ലാരും അവൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് പുതിയൊരു ന്യൂസ് അവൻ ഫുള്ള് ആ ഒരു നാട്ടില് ഫുള്ള് സ്പ്രെഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ ജയും ഈ ഒരു ക്യാമ്പയിനിങ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവള് ബോങ്ങിന്റെ ഒപ്പം ബീച്ചിലേക്ക് നടക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇപ്പോ ഞാൻ പറഞ്ഞതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ബൊങ് ചോദിക്കുമ്പോൾ പിന്നെ ഇതൊക്കെ വിശ്വസിക്കാതെ തനിക്ക് വേറെ വഴിയില്ലെന്ന് ജയ് പറയുന്നത് കേട്ടിട്ട് ബൊങ്ങിനും വലിയ സന്തോഷമൊക്കെ ആകുന്നുണ്ട്. മാത്രമല്ല ഇനി കീസിയോങ്ങിലേക്ക് നീ തിരിച്ചു വന്നിരിക്കുന്നത് റിവെഞ്ചിന് വേണ്ടിയാണോ എന്ന് ജയ് ചോദിക്കുമ്പോൾ അത് നിന്നോട് എല്ലാ സത്യങ്ങളും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് ബൊങ് പറയുന്നുണ്ട്. ഇതേ സമയത്താകട്ടെ നീ എങ്ങനെയാണ് എന്റെ അമ്മയെ കണ്ടുമുട്ടിയതെന്ന് ജയ് ചോദിക്കുന്ന സമയത്ത് അന്ന് ആ ഒരു കാർ ആക്സിഡന്റ് ആയ സമയത്ത് തന്നെ രക്ഷിച്ചത് അവളുടെ അമ്മയാണെന്നും ബൊങ് ഇപ്പോൾ റിവീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് നിനക്കറിയോന്നോ അവള് ബൊങ്ങിന്റെ അടുത്ത് ആദ്യം ചോദിച്ചെങ്കിലും പിന്നീട് നീ എനിക്ക് ഇതിന് ഉത്തരം തരണ്ടെന്നും അത് ഞാൻ തന്നെ എങ്ങനെയാലും കണ്ടുപിടിക്കുമെന്നും പറഞ്ഞിട്ട് അവളിപ്പോ നേരെ തന്നെ പോകുന്നത് യങ് മാനെ കാണാനായിട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ യങ് മാനെ ഓജു വീണ്ടും ഒരു വീഡിയോ ഒക്കെ കാണിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് അവന്റെ മൈൻഡ് മാറ്റാനൊക്കെ നോക്കിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇപ്പോ ജയ് യങ് മാനെ കണ്ടിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ബൊങ്ങിന്റെ അടുത്ത് ചെയ്തതെന്നും അന്ന് ബൊങ്ങിന്റെ ഒപ്പം നിങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയ മറ്റാ ഒരു ലേഡി തന്റെ അമ്മയാണെന്നും ഇപ്പോ ആ ലേഡി ജീവനോടെ ഉണ്ടോ എന്നും അതോ നിങ്ങൾ എല്ലാരും കൂടി ആ ഒരു ലേഡിയെ കൊന്നു കളഞ്ഞു എന്നും ജയ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജയ് ആണ് അന്നത്തെ ആ ഒരു ലേഡിയുടെ മകൾ എന്നറിഞ്ഞിട്ട് യങ് മാൻ വളരെ ഷോക്ക്ഡ് ആയിട്ട് വേറൊന്നും തന്നെ പറയാണ്ട് അവന് മാപ്പ് കൊടുക്കണം എന്ന് പറയുമ്പോൾ തനിക്കതിനൊരിക്കലും പറ്റില്ലെന്ന് ജയും പറയുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവൾ നേരെ തന്നെ വരുന്നത് അവരുടെ ഓഫീസിലേക്കാണ്. അങ്ങനെ പെട്ടെന്ന് അവളുടെ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവൾ നേരെ പോയിട്ട് ബൊങ്ങിനെ ഹഗ് ചെയ്യുമ്പോൾ അവനും തിരിച്ച് അവളെ ഹഗ് ചെയ്ത് അവരുടെ ഫീലിങ്സ് മ്യൂച്വൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവര് രണ്ടുപേരും ഒരുമിച്ച് ബെഡിൽ എഴുന്നേക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ജയ് അവന് വേണ്ട കോഫിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലോൺ ഷാർക്കിന്റെ സിസ്റ്റർ അവിടേക്ക് എത്തിയിട്ട് അവളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബൊങ് അവളെയും കൂടിയിട്ട് ഇവരുടെ ടീമിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ബൊങ്ങും ജയും കൂടിയിട്ട്
ബീച്ചിലേക്കൊക്കെ പോയിട്ട് അവരുടെ വിഷമങ്ങളെല്ലാം മറന്ന് ഒന്ന് എൻജോയ് ചെയ്തതിനു ശേഷം സമാധാനമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ യങ് മാൻ നിന്റെ അമ്മോട് ഇങ്ങനെ ചെയ്തെന്ന് നിനക്ക് അറിഞ്ഞിട്ടും ഇനി നീ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ബൊങ് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ താനൊരു ലോയർ ആണെന്നും യങ് മാൻ എന്തായാലും മേയറിനെ കൊന്നിട്ടില്ല, ആ ഒരു കേസിൽ അവൻ നിരപരാധി ആയതുകൊണ്ട് ആ ഒരു ട്രയലിന് എന്തായാലും ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഇപ്പൊ ജെയ് ബൊങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഓജുനാകട്ടെ യങ് മാന്റെ ഭാഗത്ത് നിന്ന് ഒരു കോള് വന്നിട്ട് യങ് മാനെ വിസിറ്റ് ചെയ്യാനായിട്ട് അവൻ ചെന്നിരിക്കുകയാണ്. പക്ഷെ യങ് മാൻ ആകട്ടെ അവിടെ ഓജു വിചാരിച്ച പോലെ ഓജുവിന് ഫേവറബിൾ ആയിട്ട് നിൽക്കാതെ ഓജുവിന്റെ വേറൊരു അസിസ്റ്റന്റിന്റെ ഫോണും വാങ്ങിച്ചിട്ട് ബൊങ്ങിനെ വിളിച്ചിട്ട് തന്നെ ഈ ഒരു ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഓജുവിന്റെ കയ്യിലുണ്ടെന്നും എന്നാൽ ആ ഒരു വീഡിയോ ഇല്ലാതെ നിനക്ക് എന്നെ ഈ ഒരു ജയിലിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമെന്നും ബൊങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ബൊങ് അതിന് ഓക്കെ പറയുന്ന കേട്ടിട്ട് ഇനി മുതൽ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണ്ട എന്ന് ഓജുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് വളരെ കൂളായിട്ട് തന്നെ യങ് മാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവര് നേരെ തന്നെ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള യോൺ ഹീയുടെ സെക്രട്ടറിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് തന്റെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ടെന്ന് ആ ഒരു വീഡിയോയില് ആരോ ഉള്ളതെന്ന് നീ അറിയുകയാണെങ്കിൽ നീ ഞെട്ടിപ്പോകുമെന്നും ബൊങ് ആ ഒരു സെക്രട്ടറിയുടെ അടുത്ത് പറയുമ്പോൾ അത് കേട്ട് പേടിച്ച് അവൻ അവിടെ നിന്ന് ഓടി നേരെ തന്നെ ഓജുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു വീഡിയോ എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് ഇപ്പൊ ആ ഒരു സെക്രട്ടറി ഓജുവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാതെ അവനെ ഉപദ്രവിച്ച് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് വിടുകയാണ്. ഇതേസമയം ഹങ്മാനെ കാണാനായിട്ട് ബൊങ്ങും ജെയ്യും ഇപ്പൊ ജയിലിൽ എത്തിയിട്ട് ആ ഒരു വീഡിയോയിൽ എന്തെങ്കിലും കണ്ടതായിട്ട് നിങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏതോ ഒരു ട്രക്ക് ആ ഒരു വീഡിയോയിൽ കണ്ടതായിട്ട് അവൻ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് യോൺ ഹി ഓജുവിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് മേയറിന്റെ മരണമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇൻവോൾവ്മെന്റ് എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ അതിലൊരു പ്രതിയായിട്ട് നീ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിന്റെ അമ്മയും അത് കാരണം ഹേർട്ട് ആവുമെന്ന് അവൻ പറയുമ്പോൾ അത് കേട്ടിട്ട് വളരെ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുകയാണ് യോൺഹി. അങ്ങനെ തന്റെ മകള് ഇവിടെ വന്നു പോയി എന്നുള്ള ഒരു കാര്യം ഓജു ഇപ്പൊ തന്നെ ആ ഒരു മിസ് നാമിനെ വിളിച്ച് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് മിസ് നാ ആകട്ടെ ഒരു കണ്ണ് കാണാത്ത ഒരു ഓൾഡ് ലേഡിയുടെ മസാജില് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് തന്നെ ആ ഒരു യഥാർത്ഥ വീഡിയോ ഓജു ഇപ്പൊ ആ ഒരു ഗുണ്ടാ തലവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതില് യോൺഹിയുടെ സെക്രട്ടറി ആണ് യങ് മാൻ മേയറിനെ കൊന്ന രീതിയിൽ വളരെ ഫേക്ക് ആയിട്ടുള്ള എവിഡൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ഈ സമയത്ത് തന്നെ യങ് മാന്റെ വാക്ക് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ട്രക്കിനെ പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ അതൊരു ഫുഡ് ട്രക്ക് ആയിരുന്നു എന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത സീനിൽ ജഡ്ജ് ചായ കാണിക്കുമ്പോൾ അവളുടെ അച്ഛന്റെ സ്റ്റാച്യൂവിനെ നോക്കിക്കൊണ്ട് അവളുടെ അച്ഛന്റെ ഫ്യൂണറലിന്റെ ദിവസം ഉണ്ടായ കാര്യങ്ങളൊക്കെ ജഡ്ജ് ചായ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അന്ന് ആ ഒരു ഫ്യൂണറൽ ഹോമിൽ വെച്ചിട്ട് അവരെല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വയസ്സായിട്ടുള്ള ഒരു മാൻ വന്നിട്ട് ഇവരെല്ലാവരും ആശ്വസിപ്പിച്ച് പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ട് അവളുടെ അച്ഛനെ പറ്റിയിട്ട് കുറെ കുറ്റങ്ങളൊക്കെ പറയുന്നത് ജഡ്ജ് ഷാ കേൾക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഈ മരണം ഒരു പാടാവട്ടെ എന്നും അയാൾ മരിച്ചതിൽ സന്തോഷമുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നത് ജഡ്ജ് ഷാ കേട്ടിട്ട് അതിൽ ദേഷ്യം വന്നിട്ട് ആ ഒരു ഓൾഡ് മാൻ അവന്റെ കാർ എടുത്ത് പോയ സമയത്ത് ജഡ്ജ് ഷാ അവളുടെ കാറിൽ അവനെ ഫോളോ ചെയ്ത് ചെന്ന് പറ്റിയ ഒരു അവസരത്തില് ആ ഒരു ഓൾഡ് മാനെ കാറ് വെച്ച് അടിച്ച് അയാളെ അവിടെ തന്നെ കൊന്നുകളയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവള് ഓജുവിനെ വിളിച്ചിട്ട് ഈ ഒരു ക്രൈം എങ്ങനെയെങ്കിലും മറയ്ക്കാനും ഒരു ക്രൈം ചെയ്തത് നീയാണ്, ഞാൻ അതിൽ ഇൻവോൾവ് അല്ല എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്തോളാൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവര് ഇവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ജെയുടെ അമ്മ ഫോട്ടോ എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ട ആ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ. അങ്ങനെ പിറ്റേ ദിവസം ഇവരുടെ അവസാനത്തെ ട്രയൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ജെയ് കോർട്ടിൽ എത്താത്തത് കാണുന്ന ഹങ്മാൻ അവൾ വരില്ലെന്ന് ബൊങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾ നിനക്ക് വേണ്ട തെളിവുകളൊക്കെ എടുക്കാൻ പോയതാണെന്ന് ബൊങ് പറയുന്നുണ്ട്. ഇതേ സമയത്ത് ജെയ് ആകട്ടെ നേരെ തന്നെ ആ ഒരു ഫുഡ് ട്രക്കിനെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡാഷ് ക്യാമിന് അന്ന് ഇവർ ഷൂട്ട് ചെയ്തിട്ടുള്ള യോൺ ഹീയുടെ സെക്രട്ടറി ഈ കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യുന്ന ആ ഒരു വീഡിയോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു വീഡിയോ കണ്ടുപിടിച്ചതിന് ശേഷം അവരെല്ലാവരും കോർട്ടിലേക്ക് എത്തിയിട്ട് അവർ എവിഡൻസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യോൺഹിയും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതില് യോൺഹിയുടെ തന്നെ സെക്രട്ടറിയെ കണ്ടിട്ട് അവൾ അപ്പൊ തന്നെ ആ ഒരു കേസ് ഇനി ഞാൻ വാദിക്കുന്നില്ലെന്നും നടക്കുന്നതൊന്നും തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും എന്തായാലും യങ് മാൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും പറയുമ്പോൾ പ്രോസിക്യൂട്ടർ തന്നെ അങ്ങനെ ഒരു മൊഴി പറഞ്ഞതുകൊണ്ട് ജഡ്ജ് ചാക്കും യങ് മാനെ വെറുതെ വിടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഇതിനെല്ലാം ശേഷം യോൺഹി വീണ്ടും ജഡ്ജ് ചാനും മീറ്റ് ചെയ്യാൻ പോയിട്ട് താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സോറി ചോദിക്കുന്ന സമയത്ത് ഇപ്പോ നിന്റെ ആഗ്രഹം എന്താണെന്ന് ജഡ്ജ് ചാ ചോദിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോസിക്യൂട്ടർ ആവണമെന്ന് യോൺഹിയും പറയുന്നുണ്ട്. അടുത്ത സീനിന് ജയിലിനൊക്കെ റിലീസ് ചെയ്ത് ഫ്രീ ആയി നിൽക്കുന്ന യങ് മാൻ ഇപ്പൊ ആരെയൊക്കെ ഫോൺ വിളിച്ചിട്ട് ഇതെന്ത് വിധിയാണെന്ന് തനിക്ക് അറിയില്ലെന്നും പക്ഷെ നിങ്ങളുടെ മകളായിട്ടുള്ള ജെയ്യാണ് ഇന്നെന്റെ ജീവൻ രക്ഷിച്ചതെന്നും പറയുമ്പോൾ അപ്പുറത്തേക്കുന്ന ലേ
ലേഡി വളരെ സർപ്രൈസ്ഡ് ആകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ ജയയുടെ അമ്മ മരിച്ചിട്ടില്ലെന്നും അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ സമയത്ത് ബൊങ് ആകട്ടെ അവന്റെ പ്രൊജക്ടർ എല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ട് ജഡ്ജ് ചാനെ ഇൻക്ലൂഡ് ചെയ്യുന്ന 7 പൊളിറ്റീഷ്യൻസിനെ ഇപ്പോ ജയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ജഡ്ജ് ചാക്ക് ഇതുവരെ ഒന്നും തന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് ഈ 7 പേരുടെയും സപ്പോർട്ട് അവൾക്കുള്ളതുകൊണ്ടാണെന്നും അവൻ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ ഒരു 7 പേരുടെ അടുക്കിലേക്ക് ജഡ്ജ് ചാ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള യോൺ ഹീനെയും കൂട്ടി വരുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ പല പൊസിഷൻസിലും ഇരിക്കുന്ന ഇവരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ സത്യവും അതുപോലെ ലോയും ഉള്ളതുകൊണ്ട് നമ്മളെ ആർക്കും തന്നെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് ബൊങ് പറഞ്ഞിട്ട് നമ്മുടെ ബാറ്റിൽ ഇവിടെ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ജയും അത് കേട്ടിട്ട് അവർ ഫുൾ സപ്പോർട്ടായിട്ട് നിന്നിട്ട് ലോലെസ് ലോയേഴ്സ് എന്ന് പറയുന്ന ഒരു സീനോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഗൈസ്, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയിന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ജയുടെ അമ്മ ഇപ്പോഴും എവിടെയൊക്കെയോ ജീവനോടെ ഉണ്ട് എന്നതാണ്. ശരിക്കും ഇത്രയും നാൾ ജയെ കാണാൻ വരാതെ ആ ഒരു അമ്മ എന്തിനാണ് ഹൈഡ് ചെയ്തിരുന്നതെന്നും അതിന് പുറകിലുള്ള മിസ്റ്ററി ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വരുന്ന എപ്പിസോഡ്സ് എല്ലാം മിസ് ഔട്ട് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.